ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്തോട്ട് ഡാൻസ് പഠിക്കാൻ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ഇതിന് സമ്മതിക്കുന്നില്ല. വേണ്ട, നീ കളിക്കണ്ട, നീ പോവോ എന്ന് പറയാനായിട്ടാ. ഇതേ സമയം ഭാമ പറയണേ, എന്താ നീ ഇങ്ങനെ നീ കളിക്കുകയെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ഞാൻ എന്നാൽ ഒരൊറ്റ സ്റ്റെപ്പേ ഇടുള്ളൂ, ആ സ്റ്റെപ്പ് നീ കളിച്ചില്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോണേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് കളിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ചന്ദ്രമതിയെ പോലും ഞെട്ടിപ്പിച്ചും കൊണ്ടായിരിക്കും രേവതിയുടെ പ്രകടനം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്രയും വലിയ കളി കാണുമ്പോൾ രേവതി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ചന്ദ്രമതി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. രേവതി ചന്ദ്രമതിയേക്കാൾ നന്നായി കളിക്കുന്നു. ചന്ദ്രമതിക്ക് വാശിയേറുന്നു. രണ്ടുപേരും നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കളിക്കുന്നത് കാണുമ്പോൾ സച്ചിക്കും അതുപോലെ ഭാമക്കും വലിയ സന്തോഷം തന്നെ തോന്നണം കേട്ടോ. താനൊരു സ്റ്റേജിൻ അടുത്ത് ചെന്നിരിക്കുന്നത് പോലെ അത്രയും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ രേവതി കളിക്കുന്നതിൻ്റെ ഡബിളായി ചന്ദ്രമതി കളിക്കുന്നതിൻ്റെ ഡബിളായി രേവതിയും കളിച്ചു തുടങ്ങുന്നതിനിടക്കാണ് ചന്ദ്രമതിക്ക് പെട്ടെന്ന് ഒളുക്ക് സംഭവിക്കുന്നത് കേട്ടോ. ഒളുക്ക് സംഭവിച്ച ചന്ദ്രമതിയുടെ രണ്ട് കൈ, ഒരു കൈ മുകളിലോട്ടും ഒരു കൈ താഴോട്ടും ഇങ്ങനെ വിലങ്ങനെയായി പിടിക്കാൻ, പിന്നീട് കഴുത്ത് ഒരു സൈഡിലോട്ടും പോയിട്ടുണ്ടാവും. അങ്ങനെ ചന്ദ്രമതി ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുമ്പോൾ സച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ കേട്ടോ. അയ്യോ, എനിക്ക് എൻ്റെ തല തിരിക്കാൻ പറ്റുന്നില്ലേ, എൻ്റെ കൈ താത്താൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അയ്യോ, എനിക്ക് വേദനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കരയുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സച്ചി ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകാ എന്ന് പറയാൻ കേട്ടോ. ആ സമയം ഇല്ല, ഞാൻ നിൻ്റെ കൂടെ വരില്ല എന്നുള്ള ആ ദേഷ്യവും വാശിയൊക്കെ ചന്ദ്രമതി കാട്ടാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഭാമ പറയണേ, ഇവിടെ ഡോക്ടറെ അടുത്തോട്ടൊന്നും കൊണ്ടുപോകണ്ട, ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ നീ തൽക്കാലം നീ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും ചന്ദ്രമതിയെ. എന്നിട്ട് ഞാൻ ഉളുക്കൊക്കെ സംഭവിച്ചാൽ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, അവരെ കൊണ്ട് മാറ്റിക്കാൻ നമുക്കിത്, ആ ചേച്ചിയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ രേവതി ഇങ്ങനെ ചന്ദ്രമതിയെ പിടിക്കാൻ ഒരുങ്ങി. അപ്പോൾ രേവതിയോട് മാറിക്കടി എന്നിങ്ങനെ തലകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും കൂടി തനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ചന്ദ്രമതിയെ കാറിൽ കയറ്റാൻ നോക്കുമ്പോൾ കാറിലാണെങ്കിൽ കയറ്റാൻ പറ്റണ്ടേ. ഒരു കൈ താഴത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കൈ മുകളിലോട്ടും. അങ്ങനെ എങ്ങനെ നോക്കിയിട്ടും കാറിൽ കയറ്റാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് രേവതിയും ചന്ദ്രമതിയെ എങ്ങനെയൊക്കെയോ കയറ്റാണ്, എങ്കിലും കൂടി കൈ ഒന്ന് പുറത്താണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയെ കൊണ്ടുപോവാണ് ഒരു സൈഡിലോട്ടും ആക്കിയിട്ട്. അങ്ങനെ ചന്ദ്രമതി വീട്ടിലെത്തുമ്പോൾ സംഭവം എന്താണെന്ന് രവീന്ദ്രനെ അറിയില്ലല്ലോ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, സച്ചി, രേവതി നിങ്ങളെന്താ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് ചന്ദ്രൻ നിങ്ങളെ ഡാൻസ് പഠിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ചന്ദ്രമതി പിറകെ നിൽക്കുന്ന കേട്ടോ. ചന്ദ്രമതിയെ കാണുന്ന രവീന്ദ്രന് ദേഷ്യം പിടിക്കുകയാണ്. നിൻ്റെ ഡാൻസ് ഇവിടെയും തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവിട്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താണ് ഇവൾക്ക് സംഭവിച്ചത്? അപ്പോൾ ഉണ്ടായ സത്യങ്ങളൊക്കെ സച്ചി തൻ്റെ അച്ഛനോട് വെളിപ്പെടുത്താണ് കേട്ടോ. ഈ സമയം ഇത് കേട്ടോടെ തന്നെ ചന്ദ്രമതി, നിനക്ക് പറ്റാവുന്ന പണി നീ ചെയ്താൽ പോരെ, ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയുള്ള പണിക്ക് പോകാൻ നിൽക്കണോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ രേവതിയെ കുറ്റപ്പെടുത്തി കൊണ്ടുള്ള സംസാരമായിട്ടോ. രേവതിയോട് ഉടൻ രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ മാറി നിൽക്കടി, എൻ്റെ കഴുത്തൊളിക സൈഡിലോട്ട് നിൽക്കടി, നിന്നെ എനിക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് രേവതിയോട് പറയണേ. നീ ഒറ്റൊരുത്തി എൻ്റെ ഡാൻസ് ക്ലാസ് മനഃപൂർവ്വം മുടക്കാൻ വേണ്ടി നീ എൻ്റെ അടുത്തോട്ട് ഡാൻസ് പഠിക്കാൻ വന്നതല്ലേ, അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ സംഭവിച്ച, അല്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി ദേഷ്യപ്പെടണം കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേൾക്കുമ്പോൾ അവിടെ സച്ചി, ഇതിപ്പോൾ നല്ല രസമായില്ല അമ്മേ ഇവരെന്താ ഈ പറയുന്ന അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ രവീന്ദ്രൻ പറയണേ, എന്തിനാണ് നീ ഏതിനും ഇങ്ങനെ രേവതിയെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും അറിയാതെ വർഷ കയറി വരികയാണ്. വർഷ കയറി വരുമ്പോൾ ചന്ദ്രമതിയുടെ ഒരു കൈ ഇങ്ങനെ മുകളിലോട്ട് ഒരു കൈ താഴത്തോട്ടുമാണ്. അപ്പോൾ വർഷക്ക് തോന്നുന്നത് തന്നോട് ഇങ്ങനെ ഒരു ഹായ് പറയാൻ അങ്ങനെ എന്തിനേലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെറ്റ് അടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് ഉടൻ തന്നെ വർഷ ഹായ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കയ്യങ്ങ് പിടിച്ച് വളച്ച് ഒരൊറ്റ സെറ്റടിയാൻ കൊടുക്കുന്നതിനോടുകൂടി ചന്ദ്രമതി അലറലാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വർഷാകെ ഞെട്ടിപ്പോവാണ്. എന്താ ആൻറ്റി, എന്തിനാ വർഷ ഇനി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ ഉളുക്കി നിൽക്കുന്ന സമയത്ത് ഇനി എന്താ വർഷയെ കാണിച്ചത്? അത് കേട്ട ഉടൻ തന്നെ വർഷ ചോദിക്കുക, ആൻറ്റിക്ക് ഉളുക്കോ, എന്താ ഈ പറയുന്നത്, ആൻറ്റിക്ക് എങ്ങനെ ഉളുക്ക് സംഭവിച്ചു എന്നൊക്കെയുള്ള ചോദ്യമായി കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ആ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നതായിട്ട്. അപ്പോൾ ശ്രുതി എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആൻറ്റിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വർഷയും പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ പിന്നീട് വർഷ ചന്ദ്രമതിയുടെ ഈ വേദന കൊണ്ട് പുലയുന്നത് കാണുമ്പോഴും അതുപോലെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നത് കാണുമ്പോഴും തല സൈഡിലോട്ട് പിടിക്കുന്നത് കാണുമ്പോഴും ഉടൻ തന്നെ ചന്ദ്രമതി പറയണേ, വർഷ ശ്രുതിയോട് പറയണേ, ശ്രുതി നിനക്ക് കുറച്ച് മസാജൊക്കെ അറിയാലോ, നീ ഈ ആൻറ്റിയെ ഒന്ന് മസാജ് ചെയ്തിപ്പിച്ച് കൊടുക്കുക എന്ന് പറയണേ കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ ആകെ പെട്ട ഒരു ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ ചന്ദ്രമതി പറയാണ്, വേണ്ട, ആരും തന്നെ എന്നെ തൊടണ്ട എന്ന് പറയണേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയും,
ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും ചന്ദ്രമതി വേദന കൊണ്ട് പുളയാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാമ കയറി വരുന്നത് കേട്ടോ. ഭാമ ഈ പറഞ്ഞ ആളെയും കൊണ്ട് കയറി വരികയാണ്. അങ്ങനെ അയാൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രമതിയെ പരിശോധന ശേഷം കയ്യിലെ ഉളുക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ തലയിലെ ഉളുക്ക് മാറുന്നില്ല കേട്ടോ. കഴുത്ത് അതേപോലെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഉളുക്ക് കയ്യിലെ മാറിയല്ലോ, എന്നാൽ തല ശരിയായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്തായാലും ഒരു ദിവസം പിടിക്കും. ഭാമൊക്കെ തേച്ച് പതിയെ അങ്ങ് വേദന മാറും, ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. വേദന മാറുമ്പോൾ ആ തല ശരിയായി പിടിക്കും, നാളെ ഈ നേരമാകുമ്പോഴത്തേനും ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഒരു ഭാഗത്തോട്ട് മാത്രം നോട്ടായി, രവീന്ദ്രൻ്റെ കുറ്റപ്പെടുത്തലും ആയിട്ടോ. ഇതേസമയം ചന്ദ്രമതിക്ക് രേവതിയോടാണ് ദേഷ്യം തോന്നുന്നത്. അങ്ങനെ രേവതി കിച്ചണിലോട്ട് പോയി ചായ ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സച്ചി പറയണേ, എൻ്റെ രേവതി നീ എനിക്കൊരു ഗ്ലാസ് ചായ വേഗട്ടെ എന്ന് പറയുമ്പോൾ ഞാനിതാ ചായ ഇടാൻ പോവുകയാണെന്ന് പറയട്ടോ. എന്നാൽ എൻ്റെ രേവതി നീ എന്തിനാണ് എൻ്റെ അമ്മയെ ഈ ഒരു പരുവത്തിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇത് നല്ല കേട്, ഞാനെങ്ങനെ നിങ്ങളുടെ അമ്മയെ ഈ പരുവത്തിലാക്കി, നിങ്ങളുടെ അമ്മയും അങ്ങനെ പറയുന്നത് കേട്ടല്ലോ. അത് കേട്ടോടെ തന്നെ പിന്നെ നീ തന്നെയല്ലേ എൻ്റെ അമ്മയെ ആ ഒരു വിധത്തിലാക്കിയത്, ഞാനെന്ത് ചെയ്തു എന്നാ പറയുന്നത്, നീ എൻ്റെ അമ്മയൊക്കെ നന്നായി ഡാൻസ് കളിച്ചു, നീ എൻ്റെ അമ്മയെ വാശി പിടിപ്പിച്ചു, അതുകൊണ്ട് തന്നെ പ്രായം മാനിക്കാതെ അമ്മയും അങ്ങ് കളിച്ചു, നീയും അമ്മയൊക്കെ കൂടുതൽ കളിച്ചു, അതുകൊണ്ട് തന്നെ നിനക്ക് മുന്നിൽ അമ്മ തോറ്റു തരാൻ തയ്യാറല്ലല്ലോ, അതുകൊണ്ട് മത്സരിച്ച് കളിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് നീ കാരണം ഇന്ന് അവസ്ഥ വന്നത് എന്ന് പറയാൻ കേട്ടോ. അമ്മക്ക് ഉളുക്ക് വന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രേവതിക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ആഹാ, അപ്പം നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങളുടെ അമ്മ കുറ്റപ്പെടുത്തിയതുപോലെ നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അത് കേട്ട ഉടൻ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഞാൻ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റൂല, ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഞാൻ കാര്യം പറഞ്ഞാണ് സച്ചി പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചായ കാട്ടണോ എന്ന് പറയുമ്പോൾ ചായപാത്രം എടുത്തിട്ട് ഇത് കയ്യിൽ അങ്ങ് വെച്ചേക്ക്, നിങ്ങൾ തന്നെ അങ്ങ് ചായ ഇട്ടേക്ക്, ഇനി ചായയുടെ എന്നെ കിട്ടത്തില്ല, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത്, നിങ്ങൾക്ക് ഞാൻ ചായ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ നാക്കിന് വല്ല ഉളുക്കും വരുവാണോ, അത് പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്ന് ഞാൻ കാരണമാണെന്ന് പറയുന്നെങ്കിൽ തീർച്ചയായും ഇനിയിപ്പോൾ ചായ ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞാൽ ഉളുക്കും ഇതുപോലെ സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ആകെ പെട്ടിരിക്കുകയാണ്. ഇതേസമയം സച്ചി രേവതിയും ചെറിയൊരു പിണക്കത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സച്ചി രേവതിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയാണ്, രേവതി ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, ഈ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് നീയാണ്, നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല, നിന്നോടുള്ള പ്രണയമാണ്, നിന്നോട് ഓരോ ദിവസവും എനിക്ക് പ്രണയം കൂടിക്കൂടി വരികയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ രേവതി വല്ലാതെ അങ്ങ് സന്തോഷിക്കുകയാണ്. അങ്ങനെ സച്ചി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, രേവതി നിന്നോട് കൂടുതൽ സംസാരിക്കാനും നിൻ്റെ കൂടെ കൂടുതൽ ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ ഈ വാശിയും ദേഷ്യമൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സുഖമാടോ, അതുകൊണ്ടാണ് തന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞത്, മാത്രമല്ല നിനക്ക് നന്നായി ഡാൻസ് കളിക്കാനും അറിയാട്ടോ, അതും കൂടി ഒന്ന് പറയുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ആ റൊമാൻസ് കൂടുതൽ കൂടി വരികയാണ്. രേവതി ഇല്ലാതെ സച്ചിക്ക് കഴിയില്ല എന്ന ആ ഒരു മനോഭാവമാവുമ്പോൾ ഇവിടെ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. താനൊരു എത്രയോ ആഗ്രഹിച്ച ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ തനിക്ക് കിട്ടിയ ശിക്ഷ എന്താ, എൻ്റെ കഴുത്തൊരു സൈഡിലോട്ടും പോയി, അതിങ്ങനെ ആലോചിച്ച് ചന്ദ്രമതി ഇരിക്കുന്നു കേട്ടോ.